ഹലോ, ഇന്ന് മോർണിംഗിലും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കണ്ടാലോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനായിട്ട് ഇതാ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തിടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചപ്പാത്തിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കോ. അപ്പോൾ 8 ചപ്പാത്തിയോളം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടില്ലേ, ഈ ഒരു കണത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കാം. അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം വട്ടത്തിലരിഞ്ഞതും അല്പം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മീറ്റ് മസാല, ഗരം മസാല, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബീഫ് വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മസാലയൊക്കെ വഴറ്റി പിടിപ്പിക്കാനായിട്ട് അതിലേക്ക് അല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇപ്പം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചപ്പാത്തിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചപ്പാത്തിയൊക്കെ നല്ലപോലെ അരപ്പിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇറച്ചിയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ടാണ്. അപ്പോൾ അതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെ ചീസൊക്കെ ചേർത്ത് ബീഫും ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. അങ്ങനെ ഇതാ ചീസൊക്കെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ അടച്ച് വെക്കാം. അങ്ങനെ ഇതാ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ബീഫും ചപ്പാത്തിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റം കണ്ടില്ലേ. ഇത് രാവിലെയും വൈകുന്നേരങ്ങളിലെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അങ്ങനെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ടുള്ള ഈ ഐറ്റം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.